ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്കറിയാം യൂണിറ്റ് ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് TP മാറ്റിയത്, TP ക്യാൻസൽ ചെയ്തത്. 30th മലയാളം പരീക്ഷയുണ്ട്. നന്നായി പഠിക്കുക. 2 ലെസൺസ് ആണുള്ളത്. ചെരുപ്പൂത്തിയുടെ കഥ, പ്രാവിൻ്റെ പാഠം. എല്ലാ പ്രവർത്തനങ്ങളും എഴുതി പഠിച്ചാൽ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. അക്ഷരത്തെറ്റ് വരുത്താതെ എഴുതുക. ഒന്നിപ്പോൾ പറഞ്ഞു പഠിക്കാം, അതിനുശേഷം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതി പഠിക്കുക. അർത്ഥം: വെടിപ്പ്, ഭംഗി. മിസ് പറയുന്നതിനോടൊപ്പം ഉറക്കെ പറയാട്ടോ. ജോഡി, ഇരട്ട. അത്യുത്തമം, വളരെ ഉത്തമം. പാദരക്ഷ, ചെരുപ്പ്. കൃഷഗാത്രൻ, ചെറിയ ശരീരമുള്ളവൻ. അജ്ഞാതർ, അറിയപ്പെടാത്തവർ. സ്മരിക്കുക, ഓർക്കുക. പര്യായം കണ്ടെത്തുക. രാത്രി, നിശ, രജനി. ഭാര്യ, പത്നി, കാന്ത. നൃത്തം, നടനം, രതി. വസ്ത്രം, ആട, അമ്പരം. പിരിച്ചെഴുതുക. ഇതിലൊക്കെ അക്ഷരത്തെറ്റ് വന്നാൽ മാർക്ക് നന്നായി പോവും. അത് കാരണം ശ്രദ്ധിച്ചെഴുതുക. പാതിര ആയപ്പോൾ, പാതിര പ്ലസ് ആയപ്പോൾ. ചെരുപ്പ് കുത്തി, ചെരുപ്പ പ്ലസ് കുത്തി. പണിപ്പുര, പണി പ്ലസ് പുര. സമ്പന്നനായി തീർന്നു, സമ്പന്നൻ പ്ലസ് ആയി പ്ലസ് തീർന്നു. വാക്യങ്ങൾ നിർമ്മിക്കുക. കഠിനാധ്വാനി, രാമു കഠിനാധ്വാനം ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. സംതൃപ്തനായ, നല്ല വിളവ് കിട്ടിയ കർഷകൻ സംതൃപ്തനായി. താഴെ കൊടുത്ത അക്ഷരങ്ങളുള്ള വാക്കുകൾ എഴുതുക. ഭ പറയൂ. ഭാര്യ, ഭയം. പ്ര പ്രായം, പ്രതിമ. ക്ഷ പരീക്ഷ, വൃക്ഷം. ത്യ സത്യം, അസത്യം. ശരിയായ അക്ഷരം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. കഠിനം, അവസ്ഥ, പരിശോധിച്ച, പാദരക്ഷ, ആശ്ചര്യപ്പെട്ടു. ഇനി ഉത്തരം കണ്ടെത്തുക എന്നുള്ള പ്രവർത്തനമാണ്. പല തവണ എഴുതി പഠിക്കണം. ചെരുപ്പ് കുത്തിയുടെ അവസ്ഥ എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നത്? ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ വകയില്ലാത്ത അവസ്ഥയിലായിരുന്നു ചെരുപ്പ് കുത്തി. എഴുതി പഠിക്കുക. ആരാണ് ചെരുപ്പ് കുത്തിയെ സമ്പന്നനാക്കി മാറ്റിയത്? ആരാ മാറ്റിയത്? കൃഷഗാത്രന്മാർ. ആരാ മക്കളെ മാറ്റിയത്? കൃഷഗാത്രന്മാർ. അടുത്ത പാഠം കുട്ടിയും പ്രാവും. TP എടുത്തില്ല എങ്കിലും നന്നായി പഠിക്കുക. അർത്ഥം പറയൂ. വേണുന്നേടം, യോജിക്കുന്ന സ്ഥലം. ഭുജിക്കുക, ഭക്ഷിക്കുക. ഈശൻ, ഈശ്വരൻ. പയ്യ, വിശപ്പ്. പര്യായം പറയൂ. ദാഹം, പിപാസ, ഉദന്യ. പുതിയ പദങ്ങളാണ്, എഴുതി തന്നെ പഠിക്കുക. മാനം, ആകാശം, വിണ്ണ്. പ്ര എന്ന അക്ഷരമുള്ള 5 വാക്കുകൾ എഴുതുക. ഒരുപാട് വാക്കുകൾ അറിയുന്നുണ്ടാവും. അക്ഷരത്തെറ്റില്ലാതെ വേണം എഴുതാൻ. പ്രാവ്, പ്രകാശം, പ്രാണി, പ്രായം, പ്രിയം. വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്നും എടുത്തു ചേർക്കുക. പറയൂ. സഞ്ചാരം, ഭുജിക്കുക, ഇഷ്ടം, പോരെങ്കിൽ. ചേരുംപടി ചേർക്കുക. കുട്ടി, ചോറും കറിയും. വേനൽക്കാലത്തുച്ചയ്ക്ക് ആകാശം നോക്കി സഞ്ചാരം. പേടിയില്ല, ചിറകുണ്ട്. വേണുന്നേടം പോകുക. കൂട്ടിന് പ്ലസ് അകത്താക്കാം. എന്താണ്? കൂട്ടിനകത്താക്കാം. പോരാ പ്ലസ് എങ്കിൽ, പോരെങ്കിൽ. പാടില്ല പ്ലസ് എന്നാലും, പാടില്ലെന്നാലും. നോക്കി പ്ലസ് പോകുന്നു, നോക്കിപ്പോകുന്നു. ചിറക് പ്ലസ് ഇല്ലേ, ചിറകില്ലേ. വേണുന്ന പ്ലസ് ഏടം, വേണുന്നേടം. 2 ചെറിയ ചോദ്യങ്ങളാണ് ഇതിലുള്ളൂ. പഠിക്കാം. പ്രാവിന് എന്തെല്ലാം കൊടുക്കാമെന്നാ കുട്ടി പറയുന്നത്? പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും കൊടുക്കാമെന്നാണ് കുട്ടി പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാം. ചൊല്ലുന്നത് ഞാൻ കേട്ടതാണ്. പക്ഷേ എഴുതുമ്പോഴാണ് പ്രശ്നം വരുന്നത്, അക്ഷരത്തെറ്റ്. പ്രാവ് എങ്ങോട്ടാണ് പോകുന്നത്? മാനം നോക്കിയാണ് പ്രാവ് പോകുന്നത്. മിസ് അടുത്ത പാഠം എടുത്തു തുടങ്ങുകയാണ്. ഇനി 30th എക്സാം. അക്ഷരത്തെറ്റില്ലാതെ എഴുതുക.
20 മാർക്കിൻ്റെയാണ്. അടുത്ത 2 ടെസ്റ്റ് 15 മാർക്കിൻ്റെ. ഓക്കെ, നന്നായി പഠിച്ചെഴുതുക കേട്ടോ. ഝാൻസി റാണി എന്ന് തുടങ്ങുന്ന ഈ പാഠം ഈ ടേമിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പം അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നാടൻ പാട്ടാണ്. നാടൻ പാട്ടുകൾ ചൊല്ലാനും കേൾക്കാനും നല്ല രസമാണ്. ചീരയെക്കുറിച്ചുള്ള ഒരു നാടൻ പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ചീരക്കറി എല്ലാവരും കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? ചീരക്കറി കൂട്ടാത്തവർ പേരൻസിൻ്റെ അടുത്ത് അമ്മമാരുടെ അടുത്ത് വെച്ച് തരാൻ പറയാം. നല്ല സ്വാദുള്ള കറിയാണ്, അതുപോലെ തന്നെ കണ്ണിനും എല്ലാം നല്ലതാണ്. ചീരവിത്ത് പാവുന്നത് മുതൽ അതുണ്ടായി കറി വെച്ച് കൂട്ടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് രസകരമായി ഈ കവിതയിൽ പറയുന്നത്. നമുക്ക് പാടാം. ഞാൻ പാടിത്തരാം, അച്ഛനമ്മമാരോട് ചൊല്ലിത്തരാൻ പറയാം. നിങ്ങൾ ഏറ്റുപാടി മുഴുവനായും പഠിക്കുക. വീഡിയോസ് ഓഡിയോസ് ഒക്കെ എടുത്തിട്ട് മിസ്സിന് അയച്ചു തരിക നല്ല കുട്ടികളായിട്ട്. ചീരപ്പാട്ടല്ലേ. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ടിട്ടങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര, മറിഞ്ഞു കുനിയണം ചെഞ്ചീര, എങ്ങനെ നുള്ളണം ചെഞ്ചീര, മൂട്ടീന്ന് നുള്ളണം ചെഞ്ചീര, എങ്ങനെ അരിയണം ചെഞ്ചീര, നനനാനെ അരിയണം ചെഞ്ചീര, എങ്ങനെ വയ്ക്കണം ചെഞ്ചീര, മുറ്റത്തു നിൽക്കുന്ന ചെന്തെങ്ങിൻ്റെ താഴത്തി മൂത്തുള്ള വന്നങ്ങ, കൊത്തിയിറക്കണം വന്നങ്ങ, തട്ടിപ്പൊളിക്കണം വന്നങ്ങ, മുട്ടിയുടയ്ക്കണം വന്നങ്ങ, കുറുകുറച്ചിരകണം വന്നങ്ങ, നീട്ടിയരയ്ക്കണം വന്നങ്ങ, വാരിക്കലക്കണം വന്നങ്ങ, ചളച്ചള തിളക്കണം ചെഞ്ചീര, അങ്ങനെ വയ്ക്കണം ചെഞ്ചീര, ആരാരും കൂട്ടണം ചെഞ്ചീര, എല്ലാരും കൂട്ടണം ചെഞ്ചീര, ആരാരും കൂട്ടണം ചെഞ്ചീര, എല്ലാരും കൂട്ടണം ചെഞ്ചീര. എന്താണ് പറയുന്നത്? വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ടിട്ടാണ് ചീര പാവേണ്ടത്. ചീരയുടെ വിത്തുകൾ കണ്ടിട്ടില്ലേ? ചെറുതായി കുനുകുനിങ്ങനെ കടുകിൻ്റെ അത്ര പോലും വലിപ്പമില്ല, ചെറുതാണ്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണും. വിത്ത് കാണാൻ നല്ല ചന്താണ്, കറുത്ത നിറത്തിലുള്ളതാണ്, ചെറുതാണ്, വളരെ ചെറുതാണ്. അപ്പം എങ്ങനെയാണ് അത്? കുഴി കുത്തി നീളത്തിൽ തടം ഇങ്ങനെ എടുത്തിട്ട് ഓരോ കുഴിയിലും വിത്തിടണം. വിത്തിട്ടാൽ മതിയോ? പോരാ, വളപ്രയോഗം നടത്തണം. വെണ്ണീർ അണിയണം, വെണ്ണീർ ഇട്ട് കൊടുക്കണം. വെള്ളം നനയണം, നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടോ ചീര വലുതാവാൻ തുടങ്ങും. ചീര മുളയ്ക്കും, വലുതാവാൻ തുടങ്ങും. വലിപ്പം വന്ന് മാറോളം പൊന്തണം. അതും പോരാ, മറിഞ്ഞു കുനിയണം. ചീരത്തണ്ടിന് ബലം കമ്മിയാണ്. അപ്പോൾ നല്ല ഇലകളെല്ലാം വന്നാൽ അതിങ്ങനെ വളയാൻ തുടങ്ങും. ആ സമയമാവുമ്പോഴാണ് ചീര നുള്ളേണ്ടത്. ചീര എങ്ങനെ നുള്ളേണ്ടത്? മൂട്ടീന്ന് നുള്ളണം. അടിവശത്ത് നിന്ന് ചീര ഇലകൾ നുള്ളി എടുക്കണം. എങ്ങനെ അരിയണം ചെഞ്ചീര? നന അരിയണം. അമ്മമാരോട് ചോദിച്ചു നോക്കൂ, അവർ വളരെ ചെറുതായി കഷ്ടപ്പെട്ടിരുന്ന് അരിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കറി ഉണ്ടാക്കി തരിക. എങ്ങനെ വെക്കണം ചെഞ്ചീര? എങ്ങനെയാണ് ചീരക്കറി വെക്കേണ്ടത്? മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന്റെ താഴത്തെ മൂത്തുള്ള വന്നങ്ങ, നല്ല മൂത്ത ഒരു തേങ്ങ, വന്നങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങ കൊത്തിയിറക്കണം. അങ്ങോട്ട് കൊത്തിയിറക്കണം, തട്ടി പൊളിക്കണം, അതിനുശേഷം പൊളിക്കണം, ഉടയ്ക്കണം, കുറുകുറ ചിരകണം വന്നങ്ങ. തേങ്ങ ചിരകുമ്പോഴുള്ള ശബ്ദം എങ്ങനെ? കുറുകുറാന്ന് ശബ്ദം കേൾക്കും. അങ്ങനെ ചിരകണം വന്നങ്ങ. അതും പോരാഞ്ഞ് നീട്ടി അരയ്ക്കണം വന്നങ്ങ. നമുക്കറിയാം, മുമ്പ് കാലങ്ങളിൽ മിക്സി ഒന്നുമില്ല, അപ്പം അമ്മിയിൽ അങ്ങോട്ട് നീട്ടി അരയ്ക്കണം. വാരി കലക്കണം വന്നങ്ങ, കറിയിൽ ഒഴിച്ചങ്ങ് കലക്കണം. ചള തിളക്കണം ചെഞ്ചീര, നന്നായി തിള വരണം. അങ്ങനെ വെക്കണം ചെഞ്ചീര. ഇങ്ങനെയാണ് ചീരക്കറി വെക്കേണ്ടത്. ആരാര് കൂട്ടണം ചെഞ്ചീര? ആരൊക്കെയാണ് കൂട്ടേണ്ടത്? എല്ലാവരും കൂട്ടണം ചെഞ്ചീര. പോഷക സമൃദ്ധമാണ് അല്ലേ ചീര? അപ്പം എല്ലാവരും കൂട്ടണം. വാമൊഴിയായി പകർന്നു കിട്ടുന്നതാണ് നാടൻ പാട്ടുകൾ. അത് ഇന്ന ആൾ എഴുതിയത് എന്ന് പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ അത് നാടൻ പാട്ടാണ്, ഇത് നാടൻ പാട്ടാണ്. ഇങ്ങനെ പാടി അടുത്ത തലമുറകളിലേക്ക് എത്തുന്നതാണ്. ഇതാണ് ചീരപ്പാട്ട്. നിങ്ങൾക്ക് ചൊല്ലാം, പലതവണ ചൊല്ലി പഠിക്കുക. ചീരപ്പാട്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. പുതിയ പദങ്ങൾ പറയൂ. എളുപ്പമാണ്, കുറച്ച് പദങ്ങൾ എഴുതി തന്നിട്ടുള്ളൂ. തടം,
പാവുക നനുനനെ വന്നങ്ങ. തടം പാവുക നനുനനെ വന്നങ്ങ എഴുതിയെടുക്കുക. റഫ് നോട്ട് എടുത്തിട്ട് 5 ടൈം എഴുതി പഠിക്കാം. ഓക്കെ, താങ്ക് യു.